വചനത്തിൻ വഴിയേ സ്വർഗ്ഗത്തിലെത്താം. ആമേൻ, ആമേൻ. യേശുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞെ, പ്രഭാഷകൻ 2:5 സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യർ. സഹനത്തിന്റെ ചൂളയിൽ നീ ശുദ്ധി ചെയ്യപ്പെടുന്നത് നീ ദൈവത്തിന്റെ ഹൃദയത്തിനോട് അടുത്ത് നിൽക്കുന്നു എന്നതിന്റെ ഉറപ്പുള്ള തെളിവാണ്. നാം ഇങ്ങനെ വിസ്മയിക്കുന്നത്, എന്റെ പൊന്നു കർത്താവേ, അവർക്കൊന്നും ഒരു ദൈവചിന്തയുമില്ല, തോന്നിവാസം ജീവിക്കുന്നു, ഒരു മനസാക്ഷിയുമില്ല, ഒരു ഭാരവുമില്ല, അവരൊക്കെ പന പോലെ തളർത്തു നിൽക്കുന്നു. ഞാനോ ദൈവവിചാരത്തോടെ പോകുന്ന എനിക്ക് ദുരിതം, എനിക്ക് ഭാരം, എനിക്ക് തകർച്ച. കർത്താവ് കൃത്യമായി തരുന്ന ഒരു വെളിപാടാണിത്. ദൈവഹൃദയത്തോട് അടുത്ത് നിൽക്കുമ്പം സഹനങ്ങൾ ഉണ്ടാകും. എന്നാൽ സഹനത്തിന്റെ ഈ തീച്ചൂള നിന്നെ കരിച്ചു കളയുകയില്ല, നിന്നെ ഉരുക്കി കളയുകയില്ല, നിന്നെ നശിപ്പിക്കുമെന്നും നക്കി തുടയ്ക്കുമെന്നും കരുതുന്ന ഈ തീജ്വാല നിന്നെ ശുദ്ധീകരിക്കും. നല്ലത് നിനക്ക് വരും, നല്ലത് നിനക്ക് വരും. സഹനത്തിന്റെ തീച്ചുളയിൽ ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവരെ, എല്ലാ അർത്ഥത്തിലും പതറി ദൈവത്തെയും മനുഷ്യരെയും ശപിച്ചു ജീവിക്കുന്നവരെ, സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നതിനേക്കാൾ കൃത്യമായി സഹനത്തിന്റെ തീച്ചുളയിലൂടെ ദൈവം എന്നെയും നിന്നെയും ശുദ്ധീകരിക്കും. അതൊരു ബോധ്യം തന്നെയാണ്, ഉറപ്പുള്ള ഒരു ആശ്വാസം. ആമേൻ, ആമേൻ, ആമേൻ.